ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിലെ ബെർണോളി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസും എന്താണെന്ന് നോക്കാം. എന്താണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ? എ സക്സസ് ഓർ എ ഫെയിലിയർ. ഇത്തരത്തിൽ രണ്ട് പോസിബിലിറ്റീസ് ഒക്കർ ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രോബബിലിറ്റി ഓഫ് എ ഹെഡ് ഇൻ എ സിംഗിൾ കോയിൻ ഫ്ലിപ്പ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, അതായത് ഒരു സക്സസ് ആയിട്ട് ഹെഡും ഫെയിലിയർ ആയിട്ട് ടെയിലും ഒക്കർ ചെയ്യുന്ന ഒരു കേസ്, അതും സിംഗിൾ ട്രയലിൽ. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസ് അപ്ലൈ ചെയ്യാം. അതർ എക്സാമ്പിൾസ് ആർ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് എ ബോയ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റൈസ്. ആൻഡ് എങ്ങനെയാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്? എക്സ് ഫോളോസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് ഫോളോസ് BER P എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, where P is the probability of getting a success. And ഇതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? എക്സ് എന്ന റാൻഡം വേരിയബിൾസ് എടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 0 ആൻഡ് 1. ഇവിടെ 1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. സോ ഒറ്റ തവണ മാത്രമേ സക്സസ് ഒക്കർ ചെയ്യുന്നുള്ളൂ. 0 ടൈംസ് എന്താണ്? ഫെയിലിയർ ആണ്. സോ റാൻഡം വേരിയബിൾസ് എടുക്കുന്ന വാല്യൂസ് 0 ആൻഡ് 1 ആയിരിക്കും. ഇനി അവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എന്തായിരിക്കും? സക്സസിന്റെ പ്രോബബിലിറ്റി P ആണെങ്കിൽ ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി 1 - P ആയിരിക്കും. അതെങ്ങനെയാണ്? ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ പ്രോബബിലിറ്റി 1 മൈനസ് റിമൈനിങ് പ്രോബബിലിറ്റി, അതായത് സക്സസിന്റെ പ്രോബബിലിറ്റി P. സോ 1 - P. ഇനി ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസിന്റെ എക്സ്പെക്ടേഷനും വേരിയൻസും എന്താണെന്ന് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നമ്മൾ പഠിച്ചു. സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അതായത് റാൻഡം വേരിയബിൾസിന്റെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടും. അതായത് 0 ഇൻറ്റു 1 - P ആൻഡ് 1 ഇൻറ്റു P. അപ്പോൾ എന്താ കിട്ടുന്നത്? P. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻ കേസ് ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസ് എത്രയാണ്? P ആണ്. ഇനി വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് നോക്കാം. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ? സെയിം മാനറിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചതുപോലെ 0 സ്ക്വയർ ഇൻറ്റു 1 - P ആൻഡ് 1 സ്ക്വയർ ഇൻറ്റു 1 P. അതായത് 0 സ്ക്വയർ ഇൻറ്റു 1 - P പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു P ഇസ് ഈക്വൽ ടു P എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എക്സ് സ്ക്വയർ അതായത് P മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം P ആണ്. അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ P സ്ക്വയർ. സോ P ഇൻറ്റു 1 - P എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് എന്താണ്? 0.75. Let the random variable x be the probability that someone passes the exam. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഫോളോസ് ബെർണോളി P. അതായത് P എന്ന് പറയുന്നത് 0.75. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സക്സസ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0 1 ആയിരിക്കും. 1 എന്ന് പറയുന്നത് സക്സസിനെ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.75 തന്നിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 0.75, ദാറ്റ് ഇസ് 0.25. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻ കേസ് ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം P ആണ്. സോ 0.75. അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? P ടൈംസ് 1 - P ആണ്. സോ P is equal to 0.75. 1 - P is equal to 0.25, which is equal to 0.1875 എന്ന് കിട്ടും. ക്ലിയർ? ഇനി എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. Obviously, a Bernoulli trial is quite boring and not a practical at all. Why? കാരണം ബെർണോളി ട്രയലിൽ ആകെ 2 പോസിബിൾ കേസസ് മാത്രം ഒക്കർ ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം കേസ് തന്നെ, അതായത് ബെർണോളി ട്രയൽസ് തന്നെ ഒരുപാട് തവണ ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ ബൈനോമിയൽ ഇവന്റ് എന്ന് പറയുന്നത്. We call that a binomial event. Binomial distribution only has a success or a failure outcome, but it is repeated many times. ഇതാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്.
A binomial setting arises when we perform several independent trials of a same chance process and record the number of times that a particular outcome occurs. The four conditions of a binomial setting are BINS. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. ബൈനോമിയൽ സെറ്റിങ്ങിൽ ബിൻസ് എന്ന് ഓർത്ത് വെക്കുക. അതായത് B for binary, I for independent, N for number and S for success. എന്താണ് ബൈനറി? ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിൾ കേസസ്. ബൈനറി എന്ന് പറയുന്നത് എന്താണ്? രണ്ട്. സോ സക്സസ് ഓർ ഫെയിലിയർ, ഇങ്ങനെയുള്ള പോസിബിൾ ഔട്ട്കം മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ്. എന്താണ് ഇൻഡിപെൻഡന്റ് ട്രയൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ട്രയലിൽ ഞാൻ കോയിൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് ഹെഡോ ടെയിലോ കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രയലിൽ എനിക്ക് അതേ സാധ്യത തന്നെയല്ലേ ഉള്ളത്, ഹെഡ് അല്ലെങ്കിൽ ടെയിന്. അത് ഒന്നാമത്തെ ട്രയലിൽ ഞാൻ ഹെഡോ ടെയിലോ വന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അത്തരത്തിലുള്ള ട്രയൽസിനെയാണ് ഇൻഡിപെൻഡന്റ് ട്രയൽസ് എന്ന് പറയുന്നത്. ഇനി നമ്പർ. The number of trials n of the chance process must be fixed in advance. എത്ര തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി അറ്റ് ലാസ്റ്റ് സക്സസ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കുന്നത്. ഓൺ ഈച്ച് ട്രയൽ ദ പ്രോബബിലിറ്റി P of success must be the same. എല്ലാ കേസിലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്ര സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നതാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 ഔട്ട് ഓഫ് 40 ഹെഡ്സ്. ഇവിടെ ഹെഡ് കിട്ടുന്നതാണ് നമ്മുടെ സക്സസ് എങ്കിൽ ടെയിൽ കിട്ടുന്നത് നമ്മുടെ ഫെയിലിയർ ആണ്. അങ്ങനെയെങ്കിൽ 40 തവണ ആ ട്രയൽ നടത്തി കഴിയുമ്പോൾ അത് ബൈനോമിയൽ ഇവന്റ് ആയിട്ട് മാറുന്നു. പ്രോബബിലിറ്റി ദാറ്റ് വിൻ 3 ഔട്ട് ഓഫ് 4 ഗെയിംസ്. വിൻ അല്ലെങ്കിൽ ലോസ്, ഇത്തരത്തിലൊരു ബൈനറി പോസിബിലിറ്റീസ് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്കത് ബൈനറി ഇവന്റ് ആണ് എന്ന് പറയാം. എനി ടൈം ദർ ആർ ഓൺലി 2 outcomes n times we have a binomial distribution. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എ കോയിൻ ടോസിംഗ് എക്സ്പെരിമെന്റ് ഇസ് എ ബൈനോമിയൽ എക്സ്പെരിമെന്റ്. ഒറ്റ തവണയാണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിൽ അത് ബെർണോളി എക്സ്പെരിമെന്റ് ആണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ അത് ട്രയൽ ചെയ്യുകയാണെങ്കിൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ 2 തവണ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഹെഡ്സ് 0 വരാം, 1 വരാം, 2 വരാം. അങ്ങനെയെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? 1/4, ഹാഫ് ആൻഡ് 1/4. ഇവിടെ n എന്ന് പറയുന്നത് 2 തവണയാണ് ട്രയൽ നടത്തുന്നത്. സോ നമ്പർ ഓഫ് ട്രയൽസ് ആണ് ഇവിടെ n എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, അതായത് ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ? ഇനി എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ PMF എന്ന് നോക്കാം. ഇഫ് x has a binomial distribution with n trials and probability P of successes on each trial, the possible values of x are 0, 1, 2, etc. up to n. If k is any one of these values, probability of x is equal to k. അതായത് k successes കിട്ടാനുള്ള probability എന്ന് പറയുന്നത് nck p raised to k 1 minus p times 1 minus p raised to n minus k. ഇതിൽ nck എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് k successes. p എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. p raised to k എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് k successes. ഇനി 1 മൈനസ് p എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. 1 മൈനസ് p പവർ n മൈനസ് k എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് n മൈനസ് k ഫെയിലിയേഴ്സ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, k എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്, p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സക്സസ്, q എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫെയിലിയർ. എന്താണ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ? മീൻ ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഇസ് NP. നമുക്കറിയാം ബെർണോളി റാൻഡം വേരിയബിളിന്റെ മീൻ എന്തായിരുന്നു? P ആണ്. സോ n ടൈംസ് ഒക്കർ ചെയ്യുന്ന ഈ ഒരു ഇവന്റിൽ എക്സ്പെക്ടേഷൻ എന്താകും? NP ആകും. അതുപോലെ തന്നെ സിഗ്മ എക്സ്, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബെർണോളിയുടെ കേസിൽ എന്തായിരുന്നു? P ടൈംസ് 1 മൈനസ് പി ആയിരുന്നു. അങ്ങനെയെങ്കിൽ ബൈനോമിയൽ അത് n ടൈംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും?
സ്ക്വയർ റൂട്ട് ഓഫ് n ടൈംസ് p ഇൻറ്റു 1 മൈനസ് പി. അതായത് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എൻ പിയും വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ഇൻറ്റു 1 മൈനസ് പി യു ആയിരിക്കും. ഇനി എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആൻഡ് വേരിയൻസ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ എക്സ്പെക്ടേഷൻ കാണാനായിട്ട് ഉള്ള ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി എം എഫ് ആണ്. സോ ഇൻ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി എം എഫ് എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ തേർഡ് സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്നത്? എൻ ആൻഡ് പി ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കാം, 4 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് ഇത്രയും ഭാഗം 3 ഫാക്ടോറിയൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ 4 ഫാക്ടോറിയലിനെ നമുക്ക് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതുപോലെ n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. അതായത് എൻ സി എക്സ് എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ ആണ്. സോ n ഫാക്ടോറിയലിനെ ഞാൻ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്നും മാറ്റി എഴുതിയാൽ എക്സ് ഫാക്ടോറിയലിനെ അതുപോലെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗം അതായത് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് n മൈനസ് 1 സി എക്സ് മൈനസ് 1. ഓക്കെ, ഇനി അവിടെ ഇരിക്കുന്ന ഈ n ഔട്ട്സൈഡിലേക്ക് അവരെടുത്തു. എക്സിനെ മുമ്പ് എഴുതിയ ഈ എക്സുമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ടേംസ് എന്തായിരിക്കും വരിക? പി ഇൻറ്റു എക്സ് മൈനസ് പി റേസ് ടു എക്സ് മൈനസ് 1. എന്തുകൊണ്ടാണ് ഈ -1 ടേംസ് വന്നിരിക്കുന്നത്? -1 ടേം ഇവിടെ വന്നിരിക്കുന്നത് കാരണം പി ഓൾറെഡി ഔട്ട്സൈഡിലുണ്ട്. സോ ബാക്കി പി റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1. ഒന്നും ചെയ്തതല്ല, ഈ എൻ മൈനസ് എക്സിൻ്റെ കൂടെ ഒരു 1 മൈനസ് ചെയ്തു, ഒരു 1 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് എൻ മൈനസ് എക്സിനോട് ഈക്വൽ തന്നെയാണ്. സോ എൻ മൈനസ് പി ഇൻറ്റു സമ്മേഷൻ ഈ എൻ മൈനസ് 1നെ നമ്മൾ വൈ എം എന്നും എക്സ് മൈനസ് 1നെ നമ്മൾ വൈ എന്നും ഡിനോട്ട് ചെയ്താൽ നമുക്ക് എം സി വൈ പി റേസ് ടു വൈ 1 മൈനസ് പി റേസ് ടു എം മൈനസ് വൈ എന്ന് എഴുതാം. സോ നമുക്കറിയാം ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് എന്താണ്? പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു എൻ എൻ സി എക്സ് പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ പി ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം എന്തിന് ഈക്വൽ ആണ്? 1ന് ഈക്വൽ ആണ്. ബാക്കി റിമെയിൻ ചെയ്യുന്നത് എന്താണ്? എൻ പി. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈനോമിയൽ കേസിൽ എൻ പി ആയിരിക്കും. ഇനി എങ്ങനെയാണ് വേരിയൻസ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് എം ആൻഡ് വൈ നമുക്ക് എക്സ് മൈനസ് 2 എന്ന് വൈയെയും എമ്മിനെ അതുപോലെ എൻ മൈനസ് 2 എന്നും വിളിച്ചാൽ ഈ ഒരു ടേം അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1, അതായത് ഈ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ടേം തന്നെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി എം എഫ്. ഓക്കെ, സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 അതങ്ങനെ എഴുതി. എൻ സി എക്സ് എന്ന് പറയുന്നത് എന്താ? എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ബാക്കി ടേംസ് അങ്ങനെ തന്നെ എഴുതി. പി റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എക്സിന് പകരം എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതുമ്പോൾ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലിനെ മാറ്റുന്നില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ വന്നിരിക്കുന്നത്? നമുക്കറിയാം എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു അങ്ങനെ പോകും. അതുപോലെ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി എക്സ് ഫാക്ടോറിയൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ എക്സ് ഫാക്ടോറിയലും
എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ടേംസും ക്യാൻസൽ ഔട്ട് ആയി പോകുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന ടേമാണ് എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ. ബാക്കി ടേംസ് എല്ലാം അതുപോലെ തന്നെ എഴുതി. അങ്ങനെയാണെങ്കിൽ n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് വൺ ഇൻറ്റു n മൈനസ് ടു ഫാക്ടോറിയൽ. സോ n ഇൻറ്റു n മൈനസ് വൺ ഔട്ട്സൈഡ് എടുത്തു. അതുപോലെ പി റേസ് ടു എക്സിൽ ഇവിടെ പി സ്ക്വയറിന് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? പി റേസ് ടു എക്സ് മൈനസ് ടു. അതുപോലെ വൺ മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സിനെ അങ്ങനെ തന്നെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ടേമിനെ നമുക്ക് ഇങ്ങനെ എങ്ങനെ മാറ്റി എഴുതാം? n ഇൻറ്റു n മൈനസ് വൺ പി സ്ക്വയർ സമ്മേഷൻ y ഇസ് ഈക്വൽ ടു 0 ടു m ഫാക്ടോറിയൽ. m എന്ന് പറയുന്നത് എന്താണ്? n മൈനസ് ടുവിന് ഈക്വൽ ആണ്. y എന്ന് പറയുന്നത് എന്താണ്? x മൈനസ് ടുവിന് ഈക്വൽ ആണ്. സോ m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു m മൈനസ് y ഫാക്ടോറിയൽ. p റേസ് ടു y ഇൻറ്റു 1 മൈനസ് p റേസ് ടു m മൈനസ് y. ഇനി ഇത് വീണ്ടും ഏത് ഫോമാറ്റിലായി? ബൈനോമിയൽ തിയറത്തിന് ഫോമാറ്റിലായി. അതായത് n ഇൻറ്റു n മൈനസ് വൺ ഇൻറ്റു പി സ്ക്വയർ p പ്ലസ് 1 മൈനസ് പി റേസ് ടു m എന്ന ഫോമാറ്റിലേക്കായി. സോ n ഇൻറ്റു n മൈനസ് വൺ ഇൻറ്റു പി സ്ക്വയർ. എന്തുകൊണ്ടാണ് ഈ ടേം 1 ആയി പോയത്? ഇത് p ആണ്, ഇത് 1 മൈനസ് പി ആണ്, അതായത് q ആണ്. സോ p പ്ലസ് q എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും 1ന് ഈക്വൽ ആണ്. സോ ആ ടേമും ക്യാൻസൽ ഔട്ട് ആയി പോയി. സോ n ഇൻറ്റു n മൈനസ് വൺ പി സ്ക്വയർ. അങ്ങനെയെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നെഴുതാം മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു എന്താണ്? n ഇൻറ്റു n മൈനസ് വൺ പി സ്ക്വയർ. അതാണ് ഈ എഴുതിയിരിക്കുന്നത് n ഇൻറ്റു n മൈനസ് വൺ പി സ്ക്വയർ. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ പി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എൻ പി ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൻ പി ഇൻറ്റു വൺ മൈനസ് പി എന്ന് കിട്ടും. ഇവിടെ വൺ മൈനസ് പി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. സോ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ പി ക്യൂ അഥവാ എൻ പി ഇൻറ്റു വൺ മൈനസ് പി. ഓക്കെ, ഇനി എങ്ങനെയാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താണ്? എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. നമുക്കറിയാം മീനിന്റെ ഇക്വേഷൻ എം എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ്. എം എക്സ് ഓഫ് ടിന്റെ കേസിൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. അതായത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n ഇ റേസ് ടു എക്സ് ടി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ്. ഇത് പി എം എഫ് ആണ്. ഇനി ഇവിടെയുള്ള ഒരു പി എയും ഇ റേസ് ടു എക്സ് ടിനെയും കോമൺ ആക്കി എടുത്താൽ പി ഇ റേസ് ടു ടി ഹോൾ പവർ എക്സ് എന്ന് വരും. ബാക്കി റിമെയിൻ ചെയ്യുന്ന ടേംസ് എന്താണ്? എൻ ഫാക്ടോറിയൽ എക്സ് ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇവിടെയുള്ള പിനെയും എക്സിനെയും ഒന്നിച്ച് ഇവിടേക്ക് മാറ്റി എഴുതി. ബാക്കി അവിടെ എന്താ ഉണ്ടാവുന്നത്? ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. സോ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മുഴുവൻ ടേമിനെ നമുക്ക് ബൈനോമിയൽ തിയറം വഴി എങ്ങനെ എഴുതാം? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാം. അതായത് എം എക്സ് ഓഫ് ടി ഇൻ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എൻ ആയിരിക്കും. ഇനി നമുക്കറിയാം എം ജി എഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എം ജി എഫിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എൻ പി ഇ റേസ് ടു ടി ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എൻ മൈനസ് വൺ. ഇതിൽ ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ പി ക്യൂ പ്ലസ് പി ഇ റേസ് ടു ക്യൂ പ്ലസ് പി ഹോൾ റേസ് ടു എൻ മൈനസ് വൺ. പക്ഷെ ഇത്രയും ടേം എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എൻ പി എന്ന് കിട്ടി. ഇനി എങ്ങനെയാണ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്? എം എക്സ് ഓഫ് ടിയെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം എന്താണോ അതിന് ടി ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് മൊമെന്റ് കിട്ടും. ക്ലിയർ?
സെക്കൻഡ് മൊമെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയൻസിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിന് പകരം ഈ ഒരു ആൻസർ, അതായത് എം എക്സ് ഓഫ് ടിയെ 2 തവണ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം ടി ഇസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടുന്നു. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പി ക്യു എന്ന് കിട്ടും. ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. എക്സാമ്പിൾ 1. In a study of brand recognition, 95% of consumers recognized Coke. The company randomly selects 4 consumers for a taste test. So, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസ് എന്തൊക്കെയാണ്? 95% consumers recognized Coke. അതായത് 95% എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. 95% എന്ന് പറയുമ്പോൾ ഇത് 0.95 ഈക്വൽ ആണ്. And the company randomly selects 4 consumers. അതായത് നമ്മുടെ number of trials എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 4. So n is equal to 4 and p is equal to 0.95. Let x be the number of consumers who recognize Coke. So x എന്ന് പറയുന്നതാണ് നമ്മുടെ random variable, which is the number of consumers who recognize Coke. Write out the PMF table for this distribution. അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ പി ആണെങ്കിൽ നമുക്ക് പി എം എഫ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാണ്? കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും അതുപോലെ എക്സ് എടുക്കുന്ന വാല്യൂസും ആണ്. ക്ലിയർ? ഇനി എന്താണ് പി എം എഫ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? അത് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് എൻ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് probability mass function of binomial distribution. So, probability of x is equal to 0 ആവുന്ന കേസിൽ എന്ത് സംഭവിക്കും? 4c0, that is n equal to 4 ആണ് ഇവിടെ അല്ലേ? So, 4c0 p raised to x, p എന്ന് പറഞ്ഞാൽ 0.95 ആണ്. അങ്ങനെയെങ്കിൽ q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 minus 0.95, അതായത് 0.05 ആയിരിക്കും. So, 4c0 p raised to x, q raised to n minus x. ക്ലിയർ? ഇതിന് ഈക്വൽ ആയിട്ടുള്ള വരുന്ന പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഈ ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ 4c1 എക്സിന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4c1 p raised to x, അതായത് 0.95 raised to 1, q raised to n minus x. q raised to n minus x എന്ന് പറയുമ്പോൾ q raised to 4 minus 1 എന്ന് പറയും. 4 minus 1 is equal to 3. So, corresponding value എന്ത് കിട്ടും? 0.00047 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് എക്സിന്റെ വാല്യൂ 2 ആകുമ്പോഴും 3 ആകുമ്പോഴും 4 ആകുമ്പോഴും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കിട്ടും. ഇനി എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻ ദിസ് കേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ പി ആണ്. നമുക്കറിയാം n എന്ന് പറയുന്നത് 4 ആണ്, p എന്ന് പറയുന്നത് 0.95 ആണ്. അങ്ങനെയെങ്കിൽ എൻ പി ഇസ് ഈക്വൽ ടു 3.8 എന്ന് കിട്ടും. ഇനി വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ പി ക്യു അല്ലെങ്കിൽ എൻ പി ഇൻറ്റു 1 മൈനസ് പി. സോ എൻ എന്ന് പറയുന്നത് 4, പി എന്ന് പറയുന്നത് 0.95, ക്യു എന്ന് പറയുന്നത് 1 മൈനസ് പി, അതായത് 1 മൈനസ് 0.95 അഥവാ 0.05. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.19 എന്ന് കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. A warehouse ships 10 printing machines, 4 of which are defective to a company. This company selects 5 of the machines at random and accepts the shipment if all 5 machines are non-defective. So, നമുക്ക് ഇവിടെ കുറച്ചധികം ന്യൂമറിക്കൽ ടേംസ് തന്നിട്ടുണ്ട്. അതായത് a warehouse ships 10 printing machines. Total number of machines എത്രയാണ്? 10 ആണ്. അതിൽ 4 എണ്ണം ഡിഫക്റ്റീവ് ആണ്. അതായത് 4/10 ആയിരിക്കും നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, റൈറ്റ്? സോ 0.4 ആണ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കും? 0.6 ആയിരിക്കും. കാരണം സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ദിസ് കമ്പനി സെലക്ട്സ് 5 ഓഫ് ദി മെഷീൻ അറ്റ് റാൻഡം. അതായത് ഇവിടെ ട്രയൽസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എത്ര എണ്ണമാണ്? 5 ആണ്. സോ n is equal to എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ.
and the shipment is accepting only if the 5 machines are non-defective. എല്ലാ 5 മെഷീൻസും നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ഷിപ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഥവാ എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് അല്ലേ? അത് 5 തവണ സക്സസ് കിട്ടുന്ന ഈ ഒരു 5 ട്രയലിൽ 5 തവണയും സക്സസ് കിട്ടുന്ന പ്രോബബിലിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. സോ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ കമ്പനി ആക്സെപ്റ്റ് ഷിപ്മെന്റ് വെൻ സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആണ് എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ബിൻസ് അതായത് ബൈനറി, ഇൻഡിപെൻഡന്റ്, നമ്പർ ഓഫ് ട്രയൽസ് ആൻഡ് സക്സസ്. സോ ഇത് എല്ലാം ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ഏതാണ്? ബൈനോമിയൽ ഇവന്റ് ആണ്. സോ ഹിയർ വി ഹാവ് ടു അപ്ലൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് എന്താണ്? എൻ സി 5, ദാറ്റ് ഇസ് n is equal to 5 and x is also equal to 5. So 5c5 probability of x, probability of success അതായത് 0.6 raised to 5 p raised to x q raised to n minus x അതായത് 0.4 raised to 0. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0778 എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി. കമ്പനി ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 0.0778. Okay.